അപ്പോൾ ഞാൻ 2 വീഡിയോ എടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 സമയത്തും നിഖിലേട്ടനും രാഹുലേട്ടനും വിളിച്ചു. അപ്പോൾ 2 പേരെ മെൻഷൻ ചെയ്ത് സ്നേഹം കൊണ്ടാട്ടോ ഇവിടെ എത്തി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ എല്ലാവരും വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ വിളിച്ചന്വേഷിക്കുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ നമ്മൾ എവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ, റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ കഴിയാണ്ട് ഈ ഹൈവേയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം 79 കിലോമീറ്ററും കൂടി കഴിയാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ മനോട്ടൻ 2 ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ ബന്ധവും ബന്ധനങ്ങളും, അതായത് ഇതൊക്കെ വിട്ടിട്ട് ദൂരെ യാത്ര പോകാൻ വലിയ പാടാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു രക്ഷപ്പെടുക? ബന്ധവും ബന്ധനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദൂരയാത്രക്ക് എങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്യാം? ബന്ധവും ബന്ധനത്തിനൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഇങ്ങനെ ദൂരയാത്രയൊക്കെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ മാറി നിൽക്കാം, അല്ല എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാന്നൊന്ന് പറയോ? പറഞ്ഞു തരുമോ? അറിയാത്തതുകൊണ്ടാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. ഓക്കെ, ബന്ധവും ബന്ധനവും പറഞ്ഞു തന്നത് കൊണ്ട് തന്നെ അത് ആക്ച്വലി ഈ ബന്ധനങ്ങളൊക്കെ ആയി എന്നൊക്കെയുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പലർക്കും കേട്ടിട്ട് പലരും അഭിപ്രായം പറഞ്ഞു, ബന്ധവും ബന്ധനമൊക്കെ ആലേ പറഞ്ഞ് നമുക്ക് കോളൊക്കെ ചെയ്ത് പറഞ്ഞിരുന്നു. ഇനി എന്തായാലും ഇത് ആക്ച്വലി നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നിന്ന് വിട്ടുപോരാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും പലർക്കും, എനിക്ക് തോന്നുന്നു ഒരു 95% ആളുകൾക്ക് ഇതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചിന്തകളുണ്ട് മനസ്സിനുള്ളിലുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിനുള്ളിൽ ചിന്തകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ അതെങ്ങനെയാണ്? അതാണ് ഞാൻ പറയുന്നത്. കണ്ണടച്ചിരിക്കാന്ന് വിചാരിച്ചോ. ഇപ്പൊ നമ്മൾ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ പുറമേ ഉള്ളതെല്ലാം കാണാം. അപ്പൊ പുറമേ ഉള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചിന്തകൾ കൂടി നമ്മുടെ ഉള്ളിലോട്ട് വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ളൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വരും. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇങ്ങനെ വന്നോട്ട്. അപ്പോൾ അത്തരം ചിന്തകൾ നമുക്കുണ്ടാവും. നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് ഞാൻ ചിന്തിച്ചത്. ചിന്തകൾ വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് കുറേ മനസ്സിലാക്കാൻ പറ്റും. സിംപ്ലി പറഞ്ഞാൽ മെഡിറ്റേഷൻ. അതാണ് ഈ സന്യാസിമാരൊക്കെ കണ്ണടച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതെ, അതായിരിക്കണം കണ്ണടിച്ച്. അല്ല, മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പം ഒരു എന്താ പറയാ, നമുക്ക് ലോറി ഒന്ന് പോയിട്ട് പറഞ്ഞാൽ മതി. ഞാനങ്ങനെ ഈ വിപാസന എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വിപാസന എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ഉണ്ട്. 10 ദിവസം നമ്മൾ വെറുതെ ഇരിക്കുക, ഫുൾ ടൈം കണ്ണടച്ചിട്ടിരിക്കുക. ഫുൾ ടൈം അല്ല, ഒരു ഇന്റർവെൽ ഉണ്ട്, പിന്നെ ചെറിയ ഫുഡ് കഴിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അന്നേരം നമുക്ക് അതിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട്. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും, ക്ലാസ്സല്ല, ഒരാളുടെ ടോക്കാണ്, അത് വീഡിയോ റെക്കോർഡിങ്സാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക കാരണം ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചിന്തകളെ കുറിച്ച് നമുക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കതിന് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അത്തരം ചിന്തകൾ എനിക്കുണ്ട്, ആ ചിന്തകൾ ചിന്തയാണ്, ആ ചിന്ത ഉണ്ടാവാൻ കാരണം ഇന്നതാണ് എന്നൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ചിന്തയിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗങ്ങളും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൊതുവേ മെല്ലെ ബന്ധിക്കപ്പെടും, അല്ല ബന്ധനം അഴിക്കും, മോചിപ്പിക്കപ്പെടും, അല്ലെ? മുക്തനാവും. അതായത് ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാവും. എന്ന് വിചാരിച്ച് എല്ലാവരും ഉപേക്ഷിച്ചു പോവുക, ഭാര്യ മക്കളെ ഉപേക്ഷിച്ചു പോവുക, കുടുംബക്കാരെ വേണ്ടാന്ന് വെക്കുക, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നുമല്ല. മനസ്സിലായി. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാം? ഉണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലേ? അതെ, അതാണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞോട്ടെ, ഈ ഇമോഷനും ഈ പറഞ്ഞ സ്റ്റേജും തമ്മിൽ ഒരു കണക്ഷൻ വരില്ലേ? അതായത് ഇപ്പോൾ എല്ലാത്തിനും മുക്തരാകുമ്പോഴും ഈ ചിന്തകൾ കാരണം നമുക്ക് കുറേ ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇമോഷൻസിനല്ലേ ഫസ്റ്റ് കൺട്രോൾ ചെയ്യണ്ടേ? ഈ ചിന്തകളിൽ നിന്നാണ് ഇമോഷൻ ഉണ്ടാവുന്നത്. നമ്മൾ വീണ്ടും ഒരു ഹൈവേ കൂടെ ടോൾ കൊടുക്കുകയും ചിന്തകളിൽ നിന്ന് ഇമോഷൻ ഉണ്ടായിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം, അല്ലേ? അല്ലല്ല,
നമ്മുടെ ചിന്ത എന്താണോ അതിനനുസരിച്ചുള്ള ഇമോഷനാണ് വരിക. അപ്പോൾ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻ, പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ പോസിറ്റീവ് ഇമോഷൻ. എൻ്റെ ക്ലാസ് കൊടുക്കുന്ന കാര്യം നിനക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ പ്യൂർലി നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു തിങ്സുമായിട്ട് ബന്ധപ്പെടുത്തുക. അതായത് എനിക്ക് നല്ല ജോലി കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് ബന്ധിപ്പിക്കും. വാശി പിടിക്കുക. അല്ല, ഇത് കിട്ടിയാലേ, എനിക്കിപ്പം കാറ് മേടിച്ചാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ വീട് വെച്ചാലേ ഹാപ്പി ആവുള്ളൂ, കല്യാണം കഴിച്ചാലേ ഹാപ്പി ആവുള്ളൂ. അങ്ങനെ പല പല ഹാപ്പിനെസ്സിന് ഒരു റീസൺ നമ്മൾ കണ്ടത്. ആ റീസൺ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട്, ആ റീസൺ എന്താ പറയുക, നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടില്ല. ശരിക്കും അങ്ങനെയൊന്നുമല്ല. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷനാണ്. അത് എന്താ പറയുക, വെറുതെ ഇരുന്നാലും നമുക്ക് കിട്ടും. ഹാപ്പിനെസ് മാത്രമല്ല, എല്ലാ ഇമോഷൻസും എന്താണ്, ജസ്റ്റ് ഇമോഷൻ മാത്രമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും വേണ്ട. പക്ഷെ എല്ലാവരും എന്തെങ്കിലും കാര്യം നേടിയിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അങ്ങനെയാവുന്നു. അപ്പോൾ ഈ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ ഇമോഷൻ മാറും. ഇപ്പം പെട്ടെന്ന് എനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറയുന്നു, അപ്പോൾ നമ്മുടെ ചിന്ത എന്താ, ഞാൻ പൈസക്കാരനായി. പിന്നെ നമ്മൾ റിച്ച് ആയിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്, അല്ലേ? പൈസ കിട്ടുമൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ, പൈസ കിട്ടണ്ട, റിച്ച് അല്ലാണ്ടാവും. അപ്പം അതിന് കാരണം എന്താ, ഇതൊരു ടൗണിലടാ, ടൗണാണ്. അപ്പോൾ ഈ ടൗണിലോട്ട് പോകാം നമുക്ക്, അല്ലേ? ടൗണിനുള്ളിലൂടെ പോകണം ഫൈനലി. നമുക്ക് ടൗൺ ഇതുവരെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ടൗൺ കാണിക്കണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെന്റ് കെട്ടണം കാണിക്കണം. അതുകൊണ്ട് നേരത്തെ നമുക്ക് കാട്ടിരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ മേടിക്കണ്ടേ? ബാക്കി ഇതിൻ്റെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം, എനിക്ക് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായി. അതായത് മനസ്സിലായത് നമ്മുടെ ചിന്തയാണ് നമ്മുടെ പ്രവൃത്തിക്ക് കാരണം. ചിന്തയാണ് ഇമോഷന് കാരണം, ചിന്ത അതിനെ പ്രവർത്തിക്കും കാരണം. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മൾ സെറ്റ് ചെയ്യണം, മനസ്സിലാക്കണം. അതിനാദ്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ചിന്തയാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം ബേസിക് ആയിട്ട് മനസ്സിലായത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ എന്താ പറയാ, കണ്ണല്ല ഉൾക്കണ്ണാണ് വേണ്ടത് എന്നാണ് മനോട്ടം പറയുന്നത്, അല്ലേ? മനസ്സ് ഉൾക്കണ്ണെന്ന് വേണ്ടി പറയാല്ലേ. ഒരു ചന്തയാണ്, ചെറിയൊരു മാർക്കറ്റാണല്ലേ. അപ്പോൾ ഗൈസ് ശരി, ഇപ്പം എന്തായാലും വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. അടുത്ത വീഡിയോ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. തെലുങ്കാന ചേച്ചിമാർ പോകുന്നുണ്ട്. വേണ്ട കേട്ടോ. ശരി എന്നാ, അവർ പിടിച്ച് ക്യാമറ എടുത്തിട്ട് കോമഡി. ശരി എന്നാ. ഇല്ല അതൊന്നും കുഴപ്പമില്ല, നീ ക്യാമറ എടുത്തിട്ട് പോരെ. ഇത് മാർക്കറ്റാണ്. ഇതാ സൂപ്പർ മാർക്കറ്റ് കിട്ടി. അപ്പോൾ ഗൈസ് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, സാധനങ്ങൾ മേടിക്കണം, പച്ചക്കറി സാധനങ്ങൾ. ഇന്ന് കുറച്ച് വീഡിയോസ് നല്ല രീതിക്ക് ടെൻ്റൊക്കെ കിട്ടുന്ന ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനിയും വരും ദിവസങ്ങളിലും വരും വീഡിയോസിൽ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളിതുപോലെ തന്നെ യാത്രയൊക്കെ പുറപ്പെടാൻ ശ്രമിക്കുക. അതിന് ഇത്തരം കാഴ്ചകളും സംസാരങ്ങളൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും വീഡിയോസിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.